ബംഗാളിലെ ട്രെയിൻ അപകടത്തിൽ റെയിൽവേ ബോർഡിൻ്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സിബി നമ്മൾക്കൊപ്പം ചേരുന്നു. സിബി, ഇതിൽ റെയിൽവേയുടെ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു സാഹചര്യമുണ്ട്. ലോക്കോ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തും വിധം ഈ അപകടങ്ങൾക്ക് ഒരു കാരണം അവരുടെ പ്രവർത്തികളാണ് എന്ന നിലയിലേക്ക്, അവരെ കുറ്റപ്പെടുത്തുന്നു എന്ന നിലയിലേക്കുള്ള പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ കുറേയേറെ സാഹചര്യമുണ്ട്. എന്താണ് ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ കമ്മീഷൻ്റെ അടക്കം നിഗമനങ്ങൾ, റിപ്പോർട്ടുകൾ, ഇതിനോട് അവരെങ്ങനെയാണ് വിയോജിക്കുന്നത്, അത്തരം കാര്യങ്ങൾ? ശരത്ത്, ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പിന്നീട് ആ അപകടത്തിൽ 15 പേർ മരിക്കുകയും ഈ മരിച്ചവരിൽ ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റും സഹ പൈലറ്റും അതോടൊപ്പം തന്നെ ഈ പാസഞ്ചർ ട്രെയിനിൻ്റെ ഗാർഡൻ, അങ്ങനെ 3 റെയിൽവേ ജീവനക്കാർ അടക്കം മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പക്ഷേ ഇതിൽ ഇന്നലെ വൈകിട്ടോടെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എത്തുകയും സ്ഥലത്തെത്തുകയും പിന്നീട് അദ്ദേഹം ഒരു അന്വേഷണം എല്ലാം തന്നെയും പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് റെയിൽവേ സുരക്ഷാ കമ്മീഷൻ അന്വേഷിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിൽ ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയ്ക്ക് വളരെയധികം പ്രതിഷേധമുണ്ടായിരിക്കുന്നത് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ്, ഏകദേശം ഉച്ചയോടെ റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ ഇത്തരത്തിൽ ജയവർമ്മ സിൻഹ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതിൽ ഈ മരിച്ചുപോയ ലോക്കോ പൈലറ്റിൻ്റെ പിഴയാണ്, അല്ലെങ്കിൽ മാനുഷികമായ പിഴയാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നും ഈ ഗുഡ്സ് ട്രെയിൻ ഇത്തരത്തിൽ സിഗ്നൽ മറികടന്നുകൊണ്ട് തീവണ്ടി അല്ലെങ്കിൽ ട്രെയിൻ ഓടിച്ചതാണ് ഈ അപകടത്തിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്താ സമ്മേളനം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനാ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് ഒരു സുരക്ഷാ കമ്മീഷൻ എത്തുകയും അത് അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ടെല്ലാം തന്നെ കൈമാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ റെയിൽവേ ബോർഡിൻ്റെ ചെയർപേഴ്സൺ പൂർണ്ണമായും റെയിൽവേയുടെ എല്ലാ പിഴവും കൈകഴുകിക്കൊണ്ട് പൂർണ്ണമായും ഈ മരിച്ചുപോയ ലോക്കോ പൈലറ്റിലേക്ക് ഈ ഒരു അപകടത്തിൻ്റെ കാരണവും ഈ അപകടത്തിന് കാരണമായ രീതിയിൽ വാഹനം ഓടിച്ചു എന്നെല്ലാം തന്നെയും ചുമത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് ഈ ലോക്കോ പൈലറ്റുമാരുടെ സംഘടനയെ ഇത്തരത്തിൽ അവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ ചൂണ്ടിക്കാട്ടുന്നതും ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഇവിടെ ഈ ഒരു മേഖലയിൽ തകർന്ന അവസ്ഥയായിരുന്നു എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാഞ്ചൻജംഗ എക്സ്പ്രസ് ആ ഒരു പാതയിലൂടെ, ഈ അപകടമുണ്ടായ പാതയിലൂടെ 8:20 കാഞ്ചൻജംഗ എക്സ്പ്രസ്സും 8:35 ഗുഡ്സ് ട്രെയിനും കടന്നു പോകേണ്ട പാതയാണ്. പക്ഷേ അവിടെ ഓട്ടോമാറ്റിക് സംവിധാനം ഇല്ലാത്തതിനാൽ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ രേഖകൾ പ്രകാരം ഇവർ ഇന്നലെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. അതായത് ഇത് പൂർണ്ണമായും ഈ മരിച്ചുപോയ ലോക്കോ പൈലറ്റ് തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമം റെയിൽവേ ബോർഡ് ഈ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ശരത്ത്.